ഇവിടെ ഭയങ്കര മഴയാണ്. അന്ന് തുടങ്ങിയ മഴയാണ്. ഇത് കണ്ട, ഇത് ഇഞ്ചി, മഞ്ഞൾ, ഈ കാണുന്നത് പപ്പായാണ് കേട്ടോ. പപ്പായ നമ്മളിവിടെ ഓമയ്ക്കാന്നാണ് പറയുന്നത്. ഇത് ചാമ്പമരമാണ്. ഈ രണ്ട് വലിയ മരം നിൽക്കുന്ന കാണാൻ നമുക്ക്, അതാണ് റംബൂട്ടാൻ. ഞാൻ കഴിച്ചിട്ടില്ല, ഞാനാണ് നട്ടത് വെച്ച്. ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ പൊട്ടിക്കാൻ, ഇതാണ് ഇവിടുത്തെ വെട്ടുകത്തി. വെച്ചാണ് നമ്മളിവിടെ പൊട്ടിക്കാൻ. തേങ്ങ തിരുമണം. രാവിലെ ചമ്മന്തി ദോശയാണ്. ഇതാണ് ചിരവ. ഇത് വെച്ചിട്ടാണ് നമ്മൾ തേങ്ങ തിരുമുന്നത്. പക്ഷെ ഇപ്പം പല ടൈപ്പിൽ ചിരവയുണ്ട്. കുറച്ചുകൂടെ ഹൈറ്റിലൊക്കെ കിട്ടുന്ന ചിരവയുണ്ട്. നമുക്ക് തേങ്ങ തിരുമി ചമ്മന്തി ഉണ്ടെങ്കിൽ ദോശയുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇഞ്ചിയാണ് കേട്ടോ. അച്ഛനോട് ഇഞ്ചി കിളച്ചെല്ലാം വെച്ചിട്ടാണ് വേണ്ട. ഇത് നമുക്ക് ഇതിനെ എന്താ തണ്ടോടുകൂടി ഇരിക്കുന്നത്. ഒരു ചെറിയ പീസ് എടുത്തിട്ട് ചമ്മന്തിക്ക് ഇടാം. ഇനി നമുക്ക് ചമ്മന്തി കട വറക്കാം. എന്തൊരു കാലമാണല്ലേ. ഒരു കൊറോണ വന്ന് മനുഷ്യനെല്ലാം എന്തൊരു മാറ്റമാണ്. നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വെളിയിലൊക്കെ നമുക്ക് കുഴപ്പമില്ല, വേറെ ആരുമില്ല, നമുക്ക് അറിയാം ആരുമില്ല. ഇത് തൊട്ടപ്പുറത്ത് അവരുണ്ട്, പക്ഷേ നമുക്ക് അവരെ കാണാൻ പറ്റില്ല. കാണാന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ അവിടെ വന്ന് എന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് പോകും. ആർക്കൊക്കെ ഈ ദോശ വേണം? ഒരു ദോശ. രണ്ടുപേരും കൂടെ ഭയങ്കര തൂപ്പാണ്. ഇങ്ങനെയാണോ തൂക്കുന്നത്? ഈ ഇല എന്തുവാന്നറിയാമോ വിവാൻ? ഈ ലീഫ് എന്താ ലീഫാന്നറിയാമോ? ഇത് ഈ ലീഫ്, ഇത് ജാക്ക് ഫ്രൂട്ടിന്റെ ലീഫാണ്. ആ, ജാക്ക് ഫ്രൂട്ടിന്റെ മരം ഏതാണെന്നറിയാമോ? ട്രീ ഉണ്ട്. ഈ വലിയ ബിഗ് ട്രീ കണ്ടോ? ഉണ്ട്, ആ ബിഗ് ട്രീ ഉണ്ട്. അത് ഏത്? ഇതല്ല, ഇതിന്റെ ബാക്കിലത്തെ ലീഫ് വെച്ചുണ്ടോ? ആ, അതാണ് ഇത് ജാക്ക് ഫ്രൂട്ടിന്റെ ട്രീ. ഇതാണ് ഇവിടുത്തെ കിണർ. കിണർ ഞാൻ കാണിച്ചു തരാം. കിണറിനെ എല്ലാം ഇവിടെ മൂടിയിട്ടേക്കാം. കിണറിന് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. നിറച്ച് വെള്ളം വന്നിട്ടുണ്ട് മേളിൽ. മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്നത് കൊണ്ട് അതിനകത്ത് നിറച്ച് വെള്ളമായി. മഴ ആയതുകൊണ്ട് ഒരുപാട് കാട് പിടിച്ചോല്ലേ. ഭീഷണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. കുപ്പിയിൽ ചെടി നട്ട് വെച്ചിരിക്കുന്നു. ഇതാണ് വെണ്ടയ്ക്ക ഉണ്ടോ? ഇതിൻ്റെ അടിയിലുണ്ട്. ചെറുതാ, ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് പാവല്. പാവയ്ക്ക പഴുത്തു പോയി നിൽക്കുന്നു. ഇതാണ് വഴുതനങ്ങ. ഇവിടെ ഉണ്ട് വഴുതനങ്ങ ഉണ്ട്. കണ്ടാ? വെണ്ട, പാവൽ, വഴുതനങ്ങ. എന്തുവാ കാണിക്കുന്നത്? ലീഫ് കൊണ്ട് ക്രാഫ്റ്റാ. ഇന്ന് ഉച്ചയ്ക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പാവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് നാളിന് ശേഷമാണ് പാവയ്ക്ക കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 2ആയിട്ട് കീറാം. ചോപ്പിംഗ് പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ ഇവിടെ ചോപ്പിംഗ് പാൻ ഇല്ല. സ്പൂണെടുത്തിട്ട് എടുക്കാം. ഇതിനകത്തെ കുരുകളെല്ലാം എടുത്ത് കളയണം.
ഇപ്പം നമ്മുടെ 2 പാവയ്ക്ക എടുത്തു, അതിനകത്തിലെ കുരുവൊക്കെ കളയാം. ഇനി നമുക്കിതിനെ ചെറുതായിട്ട് അരിയാം. ഇനി നമുക്കിതിനെ വേണമെങ്കിൽ ഇതിനെ 2ആയിട്ട് ഒന്നുകൂടെ കീറാം. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ കീറുന്നില്ല കേട്ടോ. ഈ ഒരു ഇതിൽ തന്നെ ഒരുപാട് കനം കുറച്ച് അരിയണമെന്നില്ല, ലൈറ്റ് ഒരു തിക്നെസ് ഉണ്ടാവും. നോക്കിക്കോ. ഇത് ഭയങ്കര കിളിയുടെ ശല്യം, കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഒരുപാട് കരിയില കിളികളുണ്ട്. നമ്മുടെ കരിയിലയുടെ കളറായതുകൊണ്ടാണ് അതിന് കരിയില കിളി എന്ന് വിളിക്കുന്നത്. വേറൊരു കിളിയെ ഞാൻ കണ്ടു, പക്ഷെ അത് പോയി. ഇതിങ്ങനെ വന്ന് ചിലച്ചോണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് മെഴുക്കോട്ട് ഉണ്ടാക്കാം. കയ്പ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ. ഇപ്പോൾ കയ്പ്പ് വേണ്ട, കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കയ്പ്പ് കളയാൻ വേണ്ടി കുറച്ച് പുളിവെള്ളത്തിൽ ഇട്ട് വെക്കാം. പുളിവെള്ളത്തിൽ ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് ഇതിന് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. എന്നിട്ട് ശേഷം നമുക്ക് ഇതിനെ കഴുകി എടുത്തിട്ട് മെഴുക്കോട്ട് ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് നേരം പുളിവെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പാവയ്ക്ക് ഇട്ട് വെച്ചതാണ്. ഇനി നമുക്കിതിനെ ഒരു 20 മിനിറ്റ് തന്നെ ഇട്ട് വെച്ചത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കാം. നമ്മൾ മെഴുക്കോട്ട ഉണ്ടാക്കാൻ പോകണേ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇട്ടാൽ മതി, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള ചെറുതായിട്ട് ഇതുപോലെ കനം കുറഞ്ഞരിഞ്ഞത്, ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 15 ചെറിയ ഉള്ളി ഉണ്ട്, 15 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ ഒരു 3 പച്ചമുളകിനെ കീറിയത്, കറിവേപ്പില, പിന്നെ വറ്റൽമുളകാണ്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഒരു നിമിഷം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. കൂട്ടത്തിൽ പച്ചമുളകും, ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ ഇട്ട് കൊടുക്കും. ചെറിയ ഉള്ളി നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ ചെറിയ ഉള്ളി തനിയെ വേണമെങ്കിൽ ഇട്ട് ചെയ്യാം, അല്ലെങ്കിൽ സവാള മാത്രം കയ്യിലുണ്ടെങ്കിൽ സവാള മാത്രം ഇട്ടാലും മതി കേട്ടോ. ഏതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വറ്റൽമുളകിനെ ചതച്ചിടുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞ ശേഷം വേണം നമുക്കിതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഇത് കല്ലുപ്പാണ്. പാവയ്ക്ക് ഞാൻ പുളിവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാം. ചെറിയ തീയിലോട്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ അങ്ങ് കിടന്ന് വെന്തോളും. ഇപ്പോൾ പാവയ്ക്ക് അടച്ച് വെച്ച് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തുറന്ന് വെച്ചങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. മെഴുക്കോട്ടി ആയിട്ടിട്ട്. എന്താ ഇത്? ഇതാണ് അട്ട. എന്ത് ഇത് എന്താ നീ എടുത്തോണ്ട് പോണേനെ? നിനക്ക് ഇഷ്ടമാണോ? എന്തിനാ അട്ടയെ സ്നേഹിക്കുന്ന ഒരുത്തരെ ഫ്രൈ ചെയ്യണ്ട, എനിക്ക് ഇഷ്ടമാണ് കാണാൻ.
ഇഷ്ടമാ. പിന്നെ ഇല്ല ഫ്രണ്ട്ലി കളിക്കുന്നത്. ഈ പാമ്പ് പിടുത്തക്കാര് പാമ്പിനെ സൂക്ഷിച്ചു വെക്കും, ഇവൻ അട്ടയെ പിടിച്ചെല്ലാം സൂക്ഷിച്ചു വെക്കും. ഇപ്പം നമ്മുടെ ടേസ്റ്റി പാവയ്ക്കാൻ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചാൽ മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.